ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഡ്രാഫ്റ്റ്മാൻ എന്ന് പറയുന്നൊരു തസ്തിക നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുമ്പിൽ പലപ്പോഴും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ വിളിക്കുന്നത് ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെ വ്യത്യസ്ത പേരുകളിലാണ്. അപ്പോൾ പൊതുവെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഉയർന്നു വരുന്നൊരു സംശയമുണ്ട് ഈ ഒരു പോസ്റ്റിൽ, അതായത് ഡ്രാഫ്റ്റ്മാൻ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 2, ഗ്രേഡ് 3 കയറുമ്പോൾ ഒരു ഉദ്യോഗാർത്ഥിക്ക് അവർക്ക് കിട്ടാൻ പറ്റുന്ന പ്രൊമോഷൻ സാധ്യതകൾ, സാലറി, ഇവയെ പറ്റിയൊക്കെ ഒരു സംശയം പൊതുവെ ഉയർന്നു വരാറുണ്ട്. അതിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് കൺവേ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലായിരിക്കും പ്രൊമോഷൻ സാധ്യതകളെന്നാണ്. ഒരു പൊതുവെയുള്ള പ്രൊമോഷൻ സാധ്യതകളാണ്. ഡിപ്പാർട്ട്മെന്റുകൾ അനുസരിച്ച് ഇതിന്റെ വേഗത കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ചില ഡിപ്പാർട്ട്മെന്റുകളിൽ വളരെ പെട്ടെന്നായിരിക്കും നടക്കുന്നത്, ചില ഡിപ്പാർട്ട്മെന്റിൽ അതിന് ആനുപാതികമായിട്ടൊരു കുറവുണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് ഒരു ആവേശകമായിട്ടുള്ള കാര്യമാണ്. ആത്യന്തികമായിട്ട് എന്ത് തന്നെയാണെങ്കിലും അത്യാവശ്യം സർവീസുള്ള എല്ലാവരും ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രേഡിൽ എത്തിയിട്ട് റിട്ടയർ ആവാറുള്ളൂ എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. അപ്പോൾ നമുക്ക് അതിനൊരു ആകെ മൊത്തം ഔട്ട്ലുക്ക് ഒന്ന് നോക്കാം. അതാണ് ഈ വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഓവർസിയേഴ്സ് നോക്കാം. പ്രധാനമായിട്ട് നോട്ടിഫിക്കേഷനുകളിൽ 3 എണ്ണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ എന്ന രണ്ടും ഒരേ സാലറി സ്കെയിൽ വരുന്ന പോസ്റ്റാണ്. ട്രേസർ എന്നും പറയും. ഇത് ഗ്രേഡ് 3 കാറ്റഗറിയാണ് വിളിക്കുന്നത്. ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2, ഓവർസിയർ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഗ്രേഡ് 2 കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇത് വിളിച്ചിരിക്കുന്നത്. അടുത്തത് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ആണ്. ഇത് കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് വിളിച്ചത്. ഇത് 3 നമ്മുടെ മുമ്പിലുള്ളൊരു പോസ്റ്റ് ആയതുകൊണ്ട് ഈ 3ന്റെയും കാറ്റഗറി വെച്ച് നമുക്ക് നോക്കാം. അപ്പം ഇതിൽ 3 എന്ന് പറയുന്നതിനേക്കാളും മുകളിലാണ് 2 എന്ന് പറയുന്നൊരു തസ്തിക വരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. അതിൽ ആത്യന്തികമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ഓവർസിയർ ഗ്രേഡ് 3 വെച്ചുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. നമ്മുടെ മുമ്പിൽ 2 ഉണ്ട്. അപ്പം 3 വെച്ച് നമുക്ക് അസസ് ചെയ്ത് തുടങ്ങാം. അപ്പം 3 ആയിട്ട് കയറുന്ന ഒരാൾക്ക് പ്രൊമോഷൻ കിട്ടി ഗ്രേഡ് 2ലേക്കും അതിനുശേഷം ഗ്രേഡ് 1ലേക്കും മാറുന്നു എന്നുള്ളതാണ് പൊതുവേ കാണുന്നത്. അതിനുശേഷമാണ് AE എന്ന് പറയുന്നൊരു പോസ്റ്റിലേക്ക് വരുന്നത്. പക്ഷേ ഈ AEയിലേക്കുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു ബിടെക് ബേസ്ഡ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ്, അല്ലെങ്കിൽ മിനിമം ഡിപ്ലോമ വേണ്ട ഒരു പോസ്റ്റാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ITI അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾ വരുന്നതെങ്കിലും, ഡിപ്ലോമ അടിസ്ഥാനമാക്കി വരുന്നതെങ്കിലും, ഈ ഒരു AE പോസ്റ്റിലേക്ക് എത്തുന്നതിന് നിങ്ങൾക്ക് എന്ത് വേണ്ട, നിങ്ങൾക്ക് ഈ ഒരു യോഗ്യത വേണ്ട, വിദ്യാഭ്യാസ യോഗ്യത വേണ്ട. ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, സർട്ടിഫിക്കേഷൻ കിട്ടി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏറ്റവും വലിയ കാര്യമാണ്. അതായത് ഒരു ബിടെക് ഇല്ലാത്തവർക്ക് ഒരു AE ആവാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഒരു മാർഗ്ഗം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേഡ് 3 ആയിട്ട് തന്നെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള അവസരങ്ങൾ കിട്ടും. ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് വരും. ഡിപ്പാർട്ട്മെന്റൽ എക്സാംസ് എഴുതുമ്പോഴും നിങ്ങൾക്ക് ഡയറക്റ്റ് AE ആവാനുള്ള അവസരം കിട്ടാറുണ്ട്. ഇനിയും നിങ്ങൾക്ക് ധാരാളം സർവീസ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നീ പോസ്റ്റുകളിലേക്കൊക്കെ എത്തും. അത് കൂടാതെ തന്നെ ബാക്ക്ലോഗ് വേക്കൻസികൾ ഉണ്ടെങ്കിൽ, അതായത് SC/STയുടെ ഒക്കെ ബാക്ക്ലോഗ് വേക്കൻസികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വളരെ പെട്ടെന്ന് ഈ പോസ്റ്റുകളിലേക്ക് പ്രൊമോഷൻ കിട്ടി എത്താനുള്ള ഒരു അവസരവും മുമ്പിലുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം മറക്കണ്ട. അപ്പം ഓവർസിയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ നിങ്ങൾ ഗ്രേഡ് 3 ആണെങ്കിലും ഗ്രേഡ് 2 ആണെങ്കിലും ഒരു കാരണവശാലും അതൊരു ചെറിയ പോസ്റ്റാണ് എന്ന രീതിയിൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ സമീപിക്കരുത്. നിങ്ങൾക്ക് ലൈഫിൽ കിട്ടാവുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആവുന്ന രീതിയിൽ വേണം നമ്മളതിനെ കൺസിഡർ ചെയ്യാൻ. പ്രത്യേകിച്ചും ഒരു 20-21 വയസ്സ് പാസ് ഔട്ടൊക്കെ ആയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വരെ ആവാനുള്ള ഒരു അവസരം നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് ഓർക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ബിടെക് യോഗ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകളിൽ കിട്ടാനുള്ള അവസരമുണ്ട്. കാരണം ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ മെറിറ്റിൽ എഴുതുന്നതിനേക്കാളും വളരെ അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് എക്സാം എഴുതുവാൻ കിട്ടുന്നെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രൊമോഷൻ, ട്രാൻസ്ഫർ. ഇവയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം എത്ര പീരീഡ് കൊണ്ടാകും എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ. അതുകൊണ്ട് 10 മുതൽ 15 വർഷം കൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ എത്തും. അതായത് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇനിയും പ്രൊമോഷൻ എപ്പോഴും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷനും ട്രാൻസ്ഫറും വരുന്നത് പൊതുവേ നിങ്ങളുടെ സർവീസുകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഈ സർവീസുകൾ ധാരാളം ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊമോഷൻ കിട്ടും. പിന്നെ ഈ യോഗ്യത എന്ന് പറയുന്നത് പലപ്പോഴും ഇതിനകത്തൊരു മാനദണ്ഡം ആകാറില്ല. പലപ്പോഴും അകത്തിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ബിടെക് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പലപ്പോഴും ലഭിക്കാറുണ്ട് താനും. ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ മുമ്പിൽ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, നമുക്ക് യോഗ്യത എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. ഇത് 2 രീതിയിൽ നമ്മൾ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കണം.
ഒന്ന് ITA മാത്രമുള്ളവർ ബിടെക് ഒന്നും എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വരെയുള്ളൊരു പോസ്റ്റിലേക്ക് എത്താം. ഇനി ബിടെക് അതുപോലെ തന്നെ യോഗ്യതയുള്ളൊരു ഉദ്യോഗാർത്ഥി, ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് എഴുതി പെട്ടെന്ന് പോസ്റ്റിലേക്ക് എത്താനുള്ള ഒരു ടൈമുണ്ട്. നമ്മൾ ഈ 15 വർഷം എന്നൊക്കെ പറഞ്ഞ നോർമൽ ടൈം ആണെങ്കിൽ മറ്റേതൊരു 3-4 വർഷമോ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഇതിനുള്ള പ്രൊമോഷൻ ഉണ്ടാവും. അങ്ങനെ ആയിട്ട് കയറിയാലും നോർമൽ ഒരു ക്ക് കിട്ടുന്ന പ്രൊമോഷൻ ട്രാക്കിലൂടെ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുകയും വളരെ ഉയർന്ന പോസ്റ്റുകളിലൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പം വലിയ സാധ്യതകളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് യൂസ് ചെയ്യുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പോസ്റ്റിനെ പറ്റി അറിഞ്ഞിട്ട് കാര്യമല്ല, ഈ ഒരു പോസ്റ്റിൽ എത്തുക എന്നുള്ളതാണ്. അതിന് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ വേണം. അതിന് ഏണസ്റ്റ് അക്കാഡമിയുടെ, അതിന് ഡ്രാഫ്റ്റ്മാൻ 2 and 3 കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുക. അപ്പോൾ പഠനമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ വിശദവിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് ഈ ഒരു ജോലിയിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് കാണാം. ഗുഡ് ബൈ.